ഹലോ ഹായ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് അവർ കൊടിമര സ്ഥാപിക്കുന്ന വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പലരും കൊടിമര സ്ഥാപിച്ചതിന് ശേഷമുള്ള വീഡിയോ കണ്ടില്ലെന്ന് പറഞ്ഞത് കൊടിമര സ്ഥാപിച്ച് നിർത്തിയിട്ട് കണ്ടില്ല. കല്ലൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണ രൂപത്തിലേക്ക് ആകണമെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കുന്നതായിരിക്കും. കണ്ടില്ല, അവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ആകെ ചെളി വിളിയായിരുന്നു. അവിടെയൊക്കെ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടക്കാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആകെ നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നടക്കാൻ മാത്രം ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പണികളൊക്കെ ഏകദേശം ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ട് വരികയാണ്. കൊടിമരം വെള്ള തുണി കെട്ടി നിർത്തിയിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇവിടുത്തെ പണികൾ കഴിഞ്ഞ ശേഷം മാത്രമേ ആ തുണിയെല്ലാം അയച്ച് മാറ്റുള്ളൂ. അങ്ങനെ കൊടിമരം സ്ഥാപിച്ച വീഡിയോ കണ്ടില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി വീണ്ടും കൊടിമരത്തിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ നടന്ന് കാണിക്കാം അമ്പലത്തിൻ്റെ ചുറ്റുപണികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ആകെ കച്ചറായി കിടക്കുകയാണ്. എന്തായാലും പണി മുഴുവനായി കഴിയുമ്പോൾ ഒരു നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് ആയി വരുന്നതായിരിക്കും അമ്പലം. കണ്ടില്ലേ, ചെളി മഴ പെയ്താലൊക്കെ ആകെ ഇതാണ്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അമ്പലത്തിൻ്റെ പണികളൊക്കെ തീരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ആ നേരെ കാണുന്ന അവിടെയാണ് ഉപദേവങ്ങളെ പുറത്ത് പ്രതിഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ അകത്തേക്ക് പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞു, അകത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ നടക്കാൻ കഴിയില്ല, കണ്ടില്ലേ, ചെളി കൂടെ വേണം അങ്ങോട്ട് നമുക്ക് നടക്കണമെങ്കിൽ. എങ്കിലും ഞാനൊരു ചെളിയിലെല്ലാം ചവിട്ടാറ് പതിയെ അങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് എത്തി. വീണ്ടും അമ്പലത്തിൻ്റെ മുന്നിലേക്ക് വന്ന് കൊടിമരത്തിന് വീണ്ടും കണ്ടില്ലേ ഒരു തട്ടൊക്കെ കൊടുത്തങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഉറപ്പിച്ചതായിട്ട് മേൽക്കൂര കാണാം. ഓട് ചെറിയൊരു ഗ്യാപ്പിലാണ് അന്ന് തൂണ് മുകളിലേക്ക് ഇങ്ങനെ കൊടിമരം കയറ്റാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അത് നടന്നില്ല. അങ്ങനെയാണ് ആ ഓടുകളൊക്കെ താഴേക്ക് പൊട്ടി വീണത്. ഇപ്പോൾ മേൽക്കൂര ഓടുകളൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. മാറ്റിയല്ല, ഒക്കെ പൊട്ടിപ്പോയതാണ്. ഈ ഗ്യാപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ. ഇനി എല്ലാ പണിയും കഴിഞ്ഞ ശേഷം മാത്രം അതിനുള്ള ഒരു കറക്റ്റ് ഒരു സ്പേസ് വിട്ടിട്ട് നിർത്തുന്നതായിരിക്കും. കൊടിമരം ഇതെങ്ങനെ അടിപൊളി ലുക്കിൽ ഇനി അത് തുറന്ന് എല്ലാ പണിയും കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മുക്കഞ്ചാത്തൻ്റെ അവിടേക്കുള്ള ഈ പടിവാതിലൊക്കെ പൊളിച്ചിട്ടുണ്ട്. കല്ലും മണ്ണൊക്കെ കണ്ടില്ലേ. എന്തായാലും എത്രയും പെട്ടെന്ന് അമ്പലത്തിൻ്റെ പണികളൊക്കെ തീരുമെന്ന് വിചാരിക്കുന്നു. അമ്പലത്തിൽ ആളുകൾ വരുന്ന സമയവും ബാക്കി കിട്ടുന്ന സമയമാണ് അവിടെ പണി നടക്കുന്നത്. എന്തായാലും അമ്പലം എല്ലാ പണിയും കഴിഞ്ഞ് നന്നായി നല്ലൊരു ലുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അമ്പലത്തിൽ വഴിപാടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.